വൈഫിന്റെ ലൈസൻസ് എക്സ്പയറി ആയിട്ട് 2 വർഷം കഴിഞ്ഞു. ആ അതെ, അത് വലിയ പ്രശ്നം. നമുക്കിനൊരു വക്കീലിനെ വെച്ച് മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡേറ്റ് ഓഫ് ബർത്തോ? ആർക്കറിയാം. മാഡത്തിന്റെ ജാതകത്തിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂളിൽ ചേർത്തത് വേറെ ഡേറ്റിൽ, SSLC ബുക്കിലാണെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഡേറ്റാ. മാഡം എപ്പോഴാണ് ജനിച്ചെന്ന് മാഡത്തിന് പോലും അറിയാൻ പാടില്ല. ഇപ്പൊ ഹെയറൊക്കെ കളർ ചെയ്ത് +2 ചേരാൻ പോവല്ലേ? ഏയ് ഇല്ലടാ, ഈ കേസ് തീരുന്നവരെ എനിക്കൊരു ടൂറിസ്റ്റ് വിസയിൽ പോലും എങ്ങും പോകാൻ പറ്റില്ല. അയർലൻഡിലേക്കല്ല, ഒരു നരകത്തിലേക്കും പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അയർലൻഡിലേക്ക് പോകുന്നതുകൊണ്ട് എക്സ്പയർ ആയ ലൈസൻസ് എന്ന് എന്നോട് പകരം വിട്ടല്ലേ? അത് എക്സ്പയർ ആയ കാര്യം നിനക്ക് അറിയില്ലായിരുന്നു മാത്രം പറയരുത്. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ വാങ്ങി വെച്ചതല്ലാതെ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. എന്റെ കയ്യിലേക്ക് അത് എടുത്ത് തരുമ്പോ പോലും നീ നോക്കില്ലല്ലോ. ലൈസൻസിന്റെ കാലാവധി തീരുന്ന സംഭവം എനിക്ക് അറിയത്തു പോലും ഇല്ല. എനിക്കൊന്നും അറിയില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് നീ ഒരുത്തി മാത്ര. ഞാൻ ഫോറിനിൽ പോകാതെ നീ വിളമ്പി തന്നെ തിന്നിട്ട് ഡെയിലി നിന്റെ തിരുമോന്തയും കണ്ട് ഞാൻ ഇവിടെ തന്നെ ചടഞ്ഞുകൂടല്ലേ നിനക്ക് വേണ്ടത്? ഇത്ര വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഏതാണ് അനുസരിക്കില്ല എന്ന് പറഞ്ഞത്? അയർലാൻഡ് നിങ്ങൾ പോണെന്ന് പറഞ്ഞപ്പോ പ്രായമായ അച്ഛനും അമ്മയും തനിച്ചാക്കിട്ട് പോണത് അത്ര ശരിയല്ല, നിങ്ങൾ മാത്രം പോയാൽ മതിയെന്ന് ഞാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ എന്നോട് സംസാരിക്കാവോ? നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടാവാതിരിക്കൂ. റാണിയുടെ സാരിയൊക്കെ കൂടുതൽ വില നിന്റെ സാരിക്കായിരിക്കണം. ഓഫീസ് കഴിഞ്ഞ ഉടനെ ഗിരിജയുടെ കൂടെ പോയി ബജ്ജി കഴിക്കണം. ഇതെല്ലാം നീ രസിച്ച് പറയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് കേട്ടിരിക്കണം. ഇതുപോലെ ഇനിയുണ്ടല്ലോ. എന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? നീ കാരണം ഇപ്പൊ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. നല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ വേറെ അർത്ഥ. രാവിലെ 7 മണിക്ക് ധൃതി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വേണ്ട ചോറും കറിയും പാത്രത്തിൽ കുത്തി നിറച്ച് വെച്ചിട്ട് രാത്രിയിലത്തെ 4 ഉണക്ക ചപ്പാത്തിയും കൊണ്ട് ഒരു ദിവസം അവസാനിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരുക്കിയ കിട്ടുന്ന ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി എന്റെ ലൈഫ് മൊത്തം ഞാൻ ഈ നരകത്തിൽ കിടന്ന് ചാവണോ? എനിക്കൊരു നല്ല സ്ഥലത്ത് വീട് വെക്കണം. നല്ല അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മോള് വളരണം. നമ്മുടെ അയൽവാസികളൊക്കെ നല്ലവരായിരിക്കണം. എല്ലാവരുടെ ഭാര്യമാരോടും എങ്ങനെ ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അനൗൺസ്മെന്റ് ശരിയല്ലെങ്കിലോ മോഡുലേഷൻ ശരിയല്ലെങ്കിലോ ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് അതെല്ലാം ശരിയാക്കുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എനിക്കതൊന്നും വിധിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയമില്ല, സ്പോർട്സ് ഇല്ല, സിനിമയില്ല. സമയത്ത് വീട്ടിൽ കയറണം. എങ്ങാനും ലേറ്റായ 4 മെസ്സേജും 7 മിസ് കോളും. എന്തിനു വേണ്ടിയാ? ഉള്ളിയുടെ വില കൂടി, തക്കാളിയുടെ വില കുറഞ്ഞു, സ്കൂൾ ഫീസിന്റെ കാര്യത്തിൽ ഒരു ചർച്ച. ഇത് മാത്രമല്ലോ എന്റെ ലൈഫില്. ഈ വീട്ടിൽ വന്ന് 14 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇതെല്ലാം ചെയ്തത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ? അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇന്നലെ എന്തുണ്ടാക്കി, ഇന്ന് എന്താണ്, നാളെ എന്തുണ്ടാക്കണം, ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാ. പച്ചക്കറിയും ഉള്ളി വിലയൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാ. ഇത്തിരി എരിവ് കൂടിയാലോ ഉപ്പ് കൂടിയാലോ പാത്രം അങ്ങ് പറക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനെന്താ വീട്ടു ജോലിക്ക് ആളെ വെക്കണോ? അല്ലേ വേണ്ട, ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം. ഇനി നീ ഒന്നും ഉണ്ടാക്കണ്ട. ഇതെന്താ ഇങ്ങനെ തുടങ്ങുന്നേ? എനിക്കും ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. സ്വപ്നോ? എന്താണ് നിന്റെ സ്വപ്നം? കണ്ണടച്ചുറങ്ങിയ എല്ലാവർക്കും സ്വപ്നം വരും. അതല്ല, ആഗ്രഹങ്ങളോടെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന വിഷനാണ് സ്വപ്നം. അതുപോലെ സ്വപ്നം കാണണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണോടി. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലടി. ആ ഫോൺ അറ്റൻഡ് ചെയ്യടി. ഹലോ, അതെ, എന്താ, എപ്പോ? ശരി, കമ്മീഷണർ ഓഫീസിൽ നിന്നാ വിളിച്ചേ. രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. നീ പോയിട്ട് വാ, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. രണ്ടുപേരും ഒരുപാട് വൈകിയല്ലോ. എന്താ പ്രശ്നം? എല്ലാം സോൾവായി. ഇനി ഒരു പ്രശ്നമില്ല. മോളെ, ഞങ്ങളെല്ലാം അത്താഴം കഴിച്ചു. അമ്മയ്ക്ക് തലവേദന എന്നും പറഞ്ഞ് കിടക്കുക. മേശപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. കഴിക്കാച്ചാ.
അവരെന്തെങ്കിലും ചോദിച്ചാ എനിക്കൊന്നും പറയാനും അറിയില്ല. വല്ലാതെ പേടി തോന്നുക. നിങ്ങളെ ഒന്ന് കൂടെ വാ പ്ലീസ്. ഭക്ഷണം കഴിച്ചില്ലേ? എന്താ രണ്ടുപേരും കൂടി ഇവിടെ? മോനെ, നിനക്കെന്ത് പറ്റിയടാ? അച്ഛാ, ആക്സിഡന്റ് കേസ് കാരണത്തിനായി കമ്മീഷണർ ഓഫീസിൽ വരാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു പേടി. ഒറ്റയ്ക്ക് എന്തിനാ പോകുന്നത്? കെട്ടിയവനെ വിളിച്ചോണ്ട് പോയിക്കൂടെ? ഇവളെന്താ കൊച്ചുകുട്ടിയാണോ കൈ പിടിച്ച് വലിച്ചോണ്ട് പോകാനായിട്ട്? അവള് പോയിട്ട് വരും. അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. എടാ, പാർക്കിലേക്കൊന്നും അല്ല പോകുന്നത്, പോലീസ് സ്റ്റേഷനിലേക്കാ. കുറ്റം ചെയ്തത് നീയാണ്, ഇവളല്ല. ഞാൻ നിന്റെ കൂടെ വരാൻ പോളെ. അതെനിക്കറിയാം. അച്ഛാ പ്ലീസ് പോയി കിടക്കാൻ നോക്ക്. എടാ, എന്താടാ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത പെങ്കൊച്ചാ ഇത്. അതാണ് പ്രശ്നം. അവൾക്കില്ല, അതാണ് പ്രശ്നം. എനിക്ക് എല്ലാരും ഉള്ളതാണ് എന്റെ പ്രശ്നം. എടാ നീ അച്ഛാ പ്ലീസ്, ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ്. അച്ഛനിൽ തലയിടണ്ട. പോയി കിടന്നുറങ്ങ്. കമ്മീഷണർ സാറിനെ കാണണം. നിങ്ങളാരാ? വാസന്തി സന്തോഷ് റാം. അവിടെ ഇരിക്കൂ. നാളെ കഴിഞ്ഞുള്ള നിങ്ങളുടെ പ്രോഗ്രാം? വർക്കിംഗ് ഡേ സർ. ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് വേറൊന്നുമില്ല സർ. ആ ദിവസം ഓഫീസിൽ പോകണ്ട. ഡോണ്ട് വറി, ആബ്സെൻ്റ് ആകാതെ ഞങ്ങൾ നോക്കിക്കോളാം. മിഥുല നിങ്ങളുടെ മകളാണോ? അതെ സർ. 2 ദിവസം മുമ്പ് സ്കൂളിൽ നടന്ന ഫംഗ്ഷനിൽ ഒരു പ്രധാനപ്പെട്ട VIP-യോട് നിങ്ങളുടെ മകളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആരാണ് ഈ ചോദ്യം പഠിപ്പിച്ചതെന്ന് മിഥിലയോട് ചോദിക്കുകയുണ്ടായി. എൻ്റെ അമ്മയാണെന്ന് അവൾ പറഞ്ഞു. അദ്ദേഹം നിങ്ങളെ അനുമോദിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മറ്റന്നാൾ രാവിലെ 8 മണിക്ക് താജ് ഹോട്ടലിൽ പ്രസിഡന്റിന്റെ കൂടെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഔദ്യോഗികമായി സർക്കാർ നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. നാളെ ഈവനിങ് 4 o'clock ഒഫീഷ്യൽ വെഹിക്കിൾസ് നിങ്ങളുടെ വീട്ടിലെത്തും. സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി നാളെ ചിലപ്പോൾ താജ് ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാളെ കൂടെ കൊണ്ടുവരാം. എന്നാൽ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച നിങ്ങളുമായിട്ട് മാത്രമാണ്. സോ ബി റെഡി ബിഫോർ 4 o'clock ടുമോറോ. സർ, ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് നാളെ 5 മണിക്ക് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞിരിക്കുക. ആ കേസിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. കുറച്ച് സമയത്തിനുള്ളിൽ ആ കേസിന്റെ ഫയൽ മൂടിക്കെട്ടിയിരിക്കും. അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. യു ആർ അണ്ടർ അവർ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഫ്രം ദിസ് മൂമെന്റ് യു ആർ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നല്ലോണം ശ്രദ്ധിച്ചായിരുന്നോ? ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണമെന്ന് കമ്മീഷണർ പറയോടി, വിവരം കേട്ടവളെ. അപ്പൊ നിങ്ങൾ മകളുടെ അടുത്ത് പറഞ്ഞായിരുന്നോ പ്രസിഡന്റിന്റെ അടുത്ത് ചോദിക്കാൻ? അവളുടെ സ്കൂളിൽ പ്രസിഡന്റ് വന്ന കാര്യം എനിക്കറിയില്ല. അല്ല, ഇനി മിഥിലയ്ക്കെങ്ങാനും കടങ്കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവൾ അത് അങ്ങനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു കാണും. അങ്ങേര് കോരി തെറിച്ചിട്ടുണ്ടാവും. ആരാ? ഇന്ത്യൻ പ്രസിഡന്റ്? നിന്റെ തലകൊട്ടും. എന്താ? എന്തായാലും ഈ സംഗതി ലീക്കാവാൻ പോവാണ്. TV, പ്രസ് ഇവരെ കൊണ്ട് ഈ തെരുവിൽ നടക്കാൻ കഴിയാതെ. ഇന്റർവ്യൂ എടുക്കുമ്പോ എനിക്കും അടുത്തിരിക്കാവല്ലോ അല്ലേ? നീ എന്തിനാ? 40 വർഷമായിട്ട് ഞാൻ TV അല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. എന്നെ എപ്പോഴാ TV കാണുക? ഇന്റർവ്യൂ ഒന്നും കൊടുക്കരുതെന്ന് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ കൊടുത്താലും അവൾ എന്ത് ചോദിച്ചെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതറിയാം. സ്കൂള് വിട്ടു വരുന്ന സമയമാ. മിഥില വരട്ടെ. ഇതാണ് രാഷ്ട്രപതി ഭവൻ, അയാൾ താമസിക്കുന്ന സ്ഥലം. എന്റെ അമ്മേ. സ്വന്തം വീടാണോ വാടക വീടാണോ? ഗവൺമെന്റിന്റെ വീടാ, വാടകയൊന്നുമില്ല. ഇതെന്താ ഈ പറയുന്നേ?
ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആകുമ്പം കുറച്ചെങ്കിലും വാടക കൊടുക്കണ്ടേ? ഡേ നിന്റെ കൈ കൊണ്ട് ഒരു ചായ കുടിക്കണമെന്നുണ്ട്. പോയി ചായ ഇടാൻ നോക്ക്. വേഗം ചെല്ല്. ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയ സമയത്ത് രാഷ്ട്രപതി ഭവൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു. അതാ പ്രസിഡന്റ് നിന്നെ കാണാൻ വരുന്നത്. അതെ, നിന്റെ കൂടെ ആരാ വരുന്നേ? ഞാനൊന്നും പോകുന്നില്ല. അദ്ദേഹം വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോട്ടെ. നിങ്ങൾ പോയില്ലെങ്കിലേ അദ്ദേഹം ഇങ്ങോട്ട് കറുത്ത പൂച്ചകളെ അയക്കും. നിന്നെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു വിടണോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ എടുത്തു നോക്കിയാ 10 പേർക്ക് ഈ ഭാഗ്യം കിട്ടും മോളെ. ഈ അവസരം പാഴാക്കി കളയരുത്. പക്ഷെ ആ ചോദ്യം അവളോട് ചോദിക്കാം. മിഥില മോളെ, പ്രസിഡന്റിനോട് നീ എന്താ ചോദിച്ചത്? എന്താന്ന് പറ മിതി. പ്രസിഡന്റ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഏയ് മിതി, ആദ്യം നിന്റെ ദേഷ്യം മാറ്റിട്ട് അതെന്താന്നൊന്ന് പറ. ശരി, നീ എന്നോട് മിണ്ടണ്ട, ഞാനും നിന്നോട് മിണ്ടുന്നില്ല. എന്താ ചോദിച്ചെന്ന് മാത്രം പറ. എന്നോട് ചോദിച്ചാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല, മിഥില തന്നെ ചോദിച്ചതാന്ന് പറയും. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. ഇതെന്റെ അമ്മയുടെ ചോദ്യാന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്കിൽ നമുക്ക് കോംപ്രമൈസിലെത്താം. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞ് നിനക്ക് അയർലാൻഡ് പോകാനുള്ള ഏർപ്പാട് ചെയ്യാം. നീ എന്താ ചോദിച്ചെന്നൊന്ന് പറയടി. 13 വയസ്സായവളാ. തല പിന്നാൻ അറിയില്ല, ഒരു തുണി തേക്കാൻ അറിയില്ല. അമ്മ കുമ്മാന്ന് വിളിച്ചോണ്ട് വരുമല്ലോ, മുഖം പിടിച്ച് ഞാൻ തിരിക്കും. വാ, ഇവളെ ഞാൻ പെറ്റെടുത്തല്ലോ. ഞാൻ എഴുതി തന്ന ക്വസ്റ്റ്യൻസ് അല്ലേ നീ പ്രസിഡന്റിനോട് ചോദിച്ചത്? ദ റോൾ ഓഫ് റേഡിയോ ബിൽഡിംഗ് അവർ നേഷൻ. അത് എപ്പോഴേ സ്കൂളിൽ റിജക്ട് ചെയ്തു. ഓ, ഇവിടെ വെച്ചെന്നറിയില്ലല്ലോ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കി. ചന്ദനമഴ സീരിയലിലെ ഊർമിള കൊടുത്തിരുന്നൊരു സാരി കണ്ടില്ലായിരുന്നോ? വാസന്തി, സുഖായിരിക്കുന്നു? എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ. ഞാൻ TV കണ്ടു, എന്ത് രസമായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടിയാന്ന് എല്ലാരോടും പറഞ്ഞു ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. നിങ്ങൾ അങ്ങ് ക്ഷീണിച്ചോ? ഓ, പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. നമുക്ക് ചേർന്നൊരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കൂ. താങ്ക് യു. മോളെ, എന്റെ മരുമകളാ. വാസന്തി മേഡം അല്ലേ? അതെ മാം, ഞങ്ങൾ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ? എടി ദീപ, എന്റെ മരുമകളാ. കൺഗ്രാറ്റ്സ് മാം. എന്ത് ചോദ്യായിരുന്നു അത്? ഒന്ന് കാണിച്ചേടി. അത് സസ്പെൻസ്, സെക്യൂരിറ്റി റീസൺസ്. അതാരാത്? കുറെ നേരമായിട്ട് സാരി എല്ലാം എടുത്ത് താഴെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. തുളസിയമ്മ, എന്താ? ആ കടയിലെ ആ പൈനയും വിളിച്ചേ. സാറേ, ആ കൊച്ചിനെ എനിക്കറിയാം. പ്രസിഡന്റ് ഇവരെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. പത്രത്തിലും ടിവിയിലൊന്നും കണ്ടില്ലേ സാറേ? അങ്ങനെയാണോ? അതെ സാറേ. വലിയ വലിയ ആൾക്കാരായിരിക്കും. വെറും ഫോട്ടോയല്ലേ, എടുത്തോണ്ട് പോട്ടെ. എടി വാസന്തി. ഗിരിജ, നീ എവിടെയാ? ഓഫീസില് ക്യാൻറ്റീനിലേക്ക് പോണേന്. നിനക്കെന്താണ് മോളെ, നീ ലീവ് എടുത്തിട്ട് അടിച്ചു പൊളിക്കണല്ലേ? അത് പോട്ടെ ഗിരിജ, ബബ്ലി മൂസ് എവിടെ? ആര്? റാണിയാ? ക്യാൻറ്റീനിലേക്ക് പോണുണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ട് പോ. എന്തിന്? വേഗം പോടി. ഞാൻ പ്രസിഡന്റിനെ കാണുന്ന കാര്യത്തെ കുറിച്ച് അവളുടെ മുന്നിൽ വെച്ച് സംസാരിക്കേ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ആ വാസന്തി, എന്ത് കളർ സാരിയാണ്?
ഗിരിജ, പ്രസിഡന്റിനെ കുറിച്ച് ചോദിക്ക്. പ്രസിഡന്റ് സംസാരിച്ചെന്നാ? ആണോ? ഉച്ചയ്ക്ക് എല്ലാവർക്കും കൂടി ഊണാ? നിന്റെ സമയമാണ് കേട്ടോ. അവക്കിന്ന് പണി കിട്ടിയത് തന്നെ. കലക്ക് കലക്ക്. അത് നന്നായിട്ടാ. ഒറ്റ ദിവസത്തിനുള്ളിൽ പ്രസിഡന്റിനെ കാണുന്നു, ഗവർണറിനെ കാണുന്നു. ഇങ്ങനെ പോണെങ്കിലുണ്ടല്ലോ, നീ ഈ വർഷം തന്നെ ജൂനിയർ സൂപ്രണ്ടന്റ് ആയിട്ട് പ്രൊമോട്ട് ആവുന്ന തോന്നണം. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണോട്ടാ. ആഹാ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ തട്ടിപ്പോകും തോന്നുന്നല്ലോ. അവളുടെ കണ്ണീന്ന് ആറുപോലെ ഒഴുകുന്നുണ്ടാവോ അല്ലേ? എനിക്കത് കാണാനുള്ള ഭാഗ്യല്ലല്ലോ. എന്താണ് വീടിന് ചുറ്റും പോലീസ് കാവലെന്നാ? കലക്കിയടി മോളെ. 1/4 പവന്റെ കമ്മൽ വാങ്ങിച്ച് ഞാൻ നിനക്ക് കാതിലിട്ട് തരും. ആ എന്താ? ഗവർണറുടെ മീറ്റിംഗ് ഫ്രൈഡേയാ. പിന്നെ പ്രസിഡന്റിന്റെ മീറ്റിംഗ് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഡിന്നർ ഉണ്ടാവും. മനോരമയിൽ ഉണ്ടായിരുന്നല്ലോ, നീ വായിച്ചില്ലേ? നിനക്കറിയാലോ, ഞാൻ എപ്പോഴും സിമ്പിൾ അല്ലേ. ഇപ്പോഴും ബസ്സിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓ മാം, മാം ഇരുന്നോളൂ. ഞാൻ വേണ്ട, അത് വേണ്ട. സാരമില്ല മാം, ഇരുന്നോളൂ. ഹലോ ഗിരിജ, ഞാൻ ഇനിയും പ്രസിഡന്റ് കണ്ടിട്ടില്ല. കാണുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ടതിന് ശേഷം പേപ്പർ ടിവിയിലൊക്കെ ഫോട്ടോ സഹിത കവർ സ്റ്റോറി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്ത പൂച്ചയോടൊപ്പം ആയിരിക്കും എന്റെ സവാരി.